നമ്മുടെ ആരോഗ്യ മേഖല തകരുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. കാരണം അത് തകർന്നാലല്ലാണ്ട് അവർക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചെടുക്കാൻ പറ്റില്ല. ആ ലേസർ ഒരു കിഡ്നി സ്റ്റോണുകൾ പൊടിച്ച് കളയാൻ വേണ്ടി, അല്ലെങ്കിൽ യൂറിട്രിക് സ്റ്റോണുകൾ പൊടിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ലേസർ പ്രോബുകൾ ഇല്ല. ആനയെ വാങ്ങാൻ പൈസയുണ്ട്, പക്ഷെ തോട്ടി വാങ്ങാൻ പൈസ. കത്രിക മറന്നു വെച്ചു എന്നുള്ള ഇഷ്യൂവിന് സംഭവം ശരിക്കത്തെ റൂട്ട് കോസ് സ്റ്റാഫ് ഷോർട്ടേജ് ആണ്. പക്ഷെ ആരും അതല്ല ഫോക്കസ് ചെയ്തത്, എങ്ങനെ ആ ഒരു വ്യക്തിനെ ബലിയാടാക്കാം എന്നുള്ളതാണ്. ഒരു ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ടീം ലീഡറാണ്. ഷീ ഷുഡ് ബി ലൈക്ക് ദാറ്റ്. എല്ലാവർക്കും നമസ്കാരം. ഹ്യൂമൻസ് ഓഫ് ഹെൽത്ത് കെയറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് രാധിക ദീജു, മെഡിക്കൽ സ്റ്റുഡൻറ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഇപ്പം ന്യൂസുകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഡോക്ടറാണ്. ഒരു സ്ഥലത്ത് ഒരു ഡോക്ടർ ആർട്ടറി ഫോസപ്സ് വെച്ചു മറന്നു എന്നുള്ളൊരു വാർത്ത, മറ്റ് സ്ഥലത്ത് ഡോക്ടേഴ്സ് സമരത്തിലാണ് എന്നുള്ള വാർത്ത. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിയാലിറ്റി എന്താണ്? ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ആരാണ് ചിന്തിച്ചിട്ടുള്ളത്? ഇതിൻ്റെയൊക്കെ റൂട്ട് കോസസ് എവിടെയാണ് കിടക്കുന്നത്? ഒരു മീഡിയം ചർച്ച ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം മീഡിയക്ക് വേണ്ടത് ട്രെൻഡിങ് ന്യൂസസ് ആണ്, നമുക്ക് വേണ്ടത് സൊല്യൂഷൻസ് ആണ്. അപ്പം ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. യെസ്, ഐ ഹാവ് വിത്ത് മീ ഡോക്ടർ അബ്ദുൽ ബാസിത് സർ ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സർജറി, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. He is also KGMCTA, which is Kerala Government Medical College Teachers Association's Kozhikode Unit President. Welcome, sir. സർ, ഇപ്പം നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് സമരം എന്നുള്ളത് ഇപ്പോഴും ക്ലാരിറ്റി കിട്ടാത്ത കുറേ പേരുണ്ട്. ഇപ്പം വെറും സാലറി ഹൈക്കിന് മാത്രമാണ്, ഇവർക്ക് കിട്ടുന്ന സാലറി പോരാ, പേഷ്യൻസിനെ പരിഗണിക്കുന്നില്ല എന്നുള്ള കുറേ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. എന്താണ് ശരിക്കും സത്യാവസ്ഥ? തീർച്ചയായും നമ്മളതിലേക്ക് വരാം. കാരണം ഇതിൻ്റെ ഈ സ്ട്രൈക്ക് നമ്മൾ കഴിഞ്ഞ 4.5 വർഷങ്ങൾ ഈ ഗവൺമെൻറ് തുടങ്ങിയ കാലം മുമ്പ്, ഈവൻ അതിനു മുമ്പ് തന്നെ നമ്മൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഈ ഗവൺമെൻറ്റിന് മുമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്, ഗവൺമെൻറ് പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുമ്പോൾ അവിടെ ആവശ്യത്തിന് പോസ്റ്റുകൾ ഉണ്ടാക്കണം എന്നാണ്. ആൾക്കാരെ സ്റ്റാഫ് ഇപ്പോഴത്തെ വാക്കൻസി നികത്തണമെന്നല്ല, വാക്കൻസി ഡിഫറെൻ്റ് ആണ്, പോസ്റ്റ് ഡിഫറെൻ്റ് ആണ്. നിങ്ങളൊരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ അവിടെ ബിൽഡിങ്ങുകൾ മാത്രം പോരാ, ദർ ഷുഡ് ബി പോസ്റ്റ് ഇൻ ഇറ്റ്. ആ പോസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാലേ വേക്കൻസി ഉണ്ടാവുകയുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം 1196 ഡോക്ടർമാരുടെ കുറവുകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം പലതിലും. അതേപോലെ 996 നേഴ്സുമാരുടെ കുറവുകൾ എന്ന് കാണാം. ഇത് ഉള്ള കേരളത്തിൽ ഇത് ഉള്ള പോസ്റ്റുകളിലെ കുറവുകളാണ്. ഇപ്പം ഇപ്പോൾ 10,000 പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിലാണ് ഒരു 1,100 കുറവുള്ളത്. നമ്മൾ പറയുന്നത് പുതിയ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കണം എന്നാണ്. അല്ലാണ്ട് വെറുതെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ പോസ്റ്റുകൾ എടുത്തിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന നയമാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും കേരളത്തിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും നിലവിലുള്ളത് 1961 സ്റ്റാഫ് പാറ്റേണാണ്. ഈ സ്റ്റാഫ് പാറ്റേണിന് ശേഷം 2 മാറ്റങ്ങൾ കേരളത്തിലുണ്ടായി. ഒന്ന്, കേരളത്തിലെ ജനസംഖ്യ വർദ്ധിച്ചു, ഏകദേശം 1/3 അല്ലെങ്കിൽ പകുതി അത്ര തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മാറ്റം, സാമ്പത്തികമായ ചില പ്രത്യേകതകൾ കാരണം വലിയൊരു വിഭാഗം ഗവൺമെൻറ് ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഒരു 10 കൊല്ലം മുമ്പുള്ള രോഗികളുടെ എണ്ണം അല്ല ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമ്മളിപ്പോഴും പിന്തുടരുന്നത് 1961 സ്റ്റാഫ് പാറ്റേണാണ്. എന്നിരിക്കെ ഇതിന് വേറൊരു പ്രശ്നം കൂടെ മെഡിക്കൽ കോളേജുകളിലുണ്ട്. മെഡിക്കൽ കോളേജുകൾ പേഷ്യൻറ്റിൻ്റെ ലോഡ് അനുസരിച്ചല്ല ഫാക്കൽറ്റികളുടെ എണ്ണത്തെ നിശ്ചയിക്കുന്നത്, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി. കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചാണ് അവിടെ ഫാക്കൽറ്റികളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. NMC ആണ് ഈ മാനദണ്ഡം ഉണ്ടാക്കുന്നത്. NMC ഈ മാനദണ്ഡം കാലാകാലങ്ങളിൽ ലഘൂകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതൽ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഉണ്ടാകാൻ വേണ്ടി. ഇന്ത്യയുടെ ഒരു പ്രത്യേക സ്ഥിതിവിശേഷത്തിൽ, കാരണം റൂറൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം നോർത്ത് ഇന്ത്യയിലും ഇന്ത്യയുടെ റൂറൽ പ്രദേശങ്ങളും കേരളത്തിലല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനെ ടൈഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് NMC കാലങ്ങളായിട്ട് ഈ മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, 2000 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത് 250 സീറ്റാണ്. അപ്പോൾ ഈ 250 സീറ്റിൻ്റെ അന്ന് NMC മാനദണ്ഡ പ്രകാരം ഇത്രയും പ്രൊഫസർമാരും ഇത്രയും അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരും ഇത്രയും അസോസിയേറ്റ് പ്രൊഫസർമാരും അതേ ഈ ഫാക്കൽറ്റി പാറ്റേൺ വേണ്ടിയിരുന്നത് 200 സ്റ്റുഡൻസിനായിരുന്നു. NMC ഇത് ലൈറ്റ് ചെയ്തപ്പം 2 ചലഞ്ചസ് നമ്മുടെ മുമ്പിൽ വന്നു. ഒന്നെങ്കിൽ ഈ ഫാക്കൽറ്റികൾ ഇത്രയും ആവശ്യമില്ലാണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ 250 ആക്കി. പക്ഷേ ബേസിക്കായിട്ട് എന്ത് സംഭവിച്ചു? അടിസ്ഥാന സൗകര്യങ്ങൾ കൂടിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല, മറിച്ച് കേരളത്തിൻ്റെ മേജർ റെഫറൽ സെൻറ്ററുകളാണ്. ഇപ്പോൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാർക്കും കേരളത്തിൻ്റെ ഹെൽത്തിൻ്റെ ഒരു ബേർഡൻ വരുന്നില്ല. അപ്പോൾ ഈ പേഷ്യൻസ് കംപ്ലീറ്റ് വരുന്നത് ഈ മെഡിക്കൽ കോളേജുകളിലേക്കാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാഫ് പാറ്റേൺ പ്രകാരം NMC നിഷ്കർഷിക്കുന്നത് നമുക്ക് 900 പേഷ്യൻസ് 900 ഇൻപേഷ്യൻ്റ് ബെഡ്സാണ്. നമുക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ളത് 3500 ഇൻപേഷ്യൻ്റ് ബെഡ്സാണ്. ഇത് ബെഡ്സാണ്. നമുക്കതിൻ്റെ കൂടാതെ നിങ്ങൾക്കറിയാം മെഡിസിൻ, ഓർത്തോ, കാർഡിയോളജി, ഇവിടെയൊക്കെ പേഷ്യൻ്റ് കിടക്കുന്നത് ഫ്ലോറിലാണ്. അത് നമ്മൾ ഇപ്പോഴും അഡ്രസ്സ് ചെയ്തിട്ടില്ല. പക്ഷെ അതിനുള്ള കുറ്റവും ഡോക്ടേഴ്സിനാണ്. അപ്പോൾ ഈ ബാഹുല്യം, രോഗി ബാഹുല്യം വരുമ്പോൾ 1961 സ്റ്റാഫ് പാറ്റേൺ, അത് കൂടാണ്ട് ഇപ്പോൾ റീഡിപ്ലോയ്മെൻറ്റ് ഓൾറെഡി ഗവൺമെൻറ് തുടങ്ങിക്കഴിഞ്ഞു. ഈ സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂട്ടിയിട്ട് ടൈഡ് ഓവർ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചെങ്കിലും റീഡിപ്ലോയ്മെൻറ്റ് ഇപ്പോഴും ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ പുതിയതായി ക്രിയേറ്റ് ചെയ്ത മെഡിക്കൽ കോളേജുകളിലേക്ക് NMC മാനദണ്ഡ പ്രകാരം മാത്രം ആവശ്യം, രോഗികളുടെ എണ്ണം ഒന്നും കണക്കിലെടുക്കുന്നില്ല, 375 പോസ്റ്റുകളാണ്. അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ 375 പോസ്റ്റുകൾ ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയത് 44 പോസ്റ്റുകളാണ്. ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ സെൻസേഷണലായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് വാഹനാപകടങ്ങളാണ്. റോഡ് ട്രാഫിക് ആക്സിഡൻസ് എന്ന് പറയുന്നത് കേരളത്തിലെ വമ്പൻ, നമ്മളിപ്പോൾ അമീബിക് എൻകഫ്ലൈറ്റിസ് പോലുള്ള സെൻസേഷണൽ ഇഷ്യൂസ് ഉണ്ട്. അത് എത്ര പേർക്ക് ബാധിക്കുന്നുണ്ട്? കേരള പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും കാലം എനിക്ക് തോന്നുന്നു ഒരു 50-ൽ താഴെ ആൾക്കാർക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടുണ്ട്. പക്ഷേ മസ്തിഷ്ക ജ്വരത്തിന് കിട്ടുന്ന കവറേജ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ആൾക്കാരിൽ ഭീതി ജനിക്കുകയാണ്. പക്ഷെ അത് വലിയൊരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം അല്ല. സെൻസേഷണലൈസ് ആകുമ്പോൾ, പക്ഷെ അങ്ങനെ സെൻസേഷണലൈസ് ആവുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റിസോഴ്സസ് പോകുന്നത്. ഈ റോഡ് ട്രാഫിക് ആക്സിഡൻസിന് വേണ്ടി എത്രമാത്രം റിസോഴ്സ് മാറ്റിവെക്കപ്പെടുന്നുണ്ട്? അല്ലെങ്കിൽ അതേപോലെ ഡെങ്കി പോലുള്ള എല്ലാ വർഷവും റിക്കറായിട്ട് വരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എത്രത്തോളം റിസോഴ്സ് മാറ്റിവെക്കപ്പെടുന്നത്? നമ്മൾ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ അത് മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷന് ഗുണം കിട്ടുന്ന രീതിയിലായിരിക്കണം. അല്ലെങ്കിൽ മേജറായിട്ടുള്ള പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇവിടെ സംഭവിക്കുന്നത്, ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ 375 പോസ്റ്റുകൾ എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും കൂടി നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ 44 പോസ്റ്റാണ് കിട്ടിയത്. പക്ഷേ യാതൊരാളും ആവശ്യപ്പെടാണ്ട് ട്രാൻസ്പ്ലാന്റ് സെൻറ്റർ എന്ന് പറഞ്ഞ് 500 പോസ്റ്റുകൾ ഗവൺമെൻറ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിന് ആരും ഇതിനു വേണ്ടി പിന്നാലെ നടന്നിട്ടില്ല. നിങ്ങൾക്കറിയാം, ട്രാൻസ്പ്ലാന്റുകൾ ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ ഒരു പേപ്പറിൽ പറയുമ്പോഴോ ന്യൂസിൽ പറയുമ്പോഴോ നമ്മൾ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി കൊണ്ടുവന്നു, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തു, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു, സർക്കാർ മേഖലയിൽ ചെയ്യുന്ന നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് എത്ര രോഗികൾക്ക് ഇത് ബെനിഫിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ചോദ്യം. ഇത് ബെനിഫിറ്റ് ചെയ്യപ്പെട്ട രോഗികളുടെയും ഇത് കഴിഞ്ഞിട്ടുള്ള ലൈഫിൻ്റെ ക്വാളിറ്റി എന്താണ്? അപ്പം നമ്മൾ പബ്ലിക് മണി ചിലവഴിക്കുമ്പോൾ അത് മെജോറിറ്റി പേഷ്യൻസിന് ഗുണമുള്ള രീതിയിലായിരിക്കണം. കാതലായ ഹെൽത്ത് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാനായിരിക്കണം. ഓഫ് കോഴ്സ് നമ്മളെ KGM സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാലറിയുടെ ഇഷ്യൂ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, മെഡിക്കൽ സ്റ്റുഡൻസായിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ ആരുടെയും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഹൗസ് ഏജൻസി എന്ന് പറയുന്ന ടേം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഓൾമോസ്റ്റ് 24-48 നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. നിങ്ങളതിലേക്ക് ഇറങ്ങാത്തതുകൊണ്ടാണ്. ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ ഇതിനായിരുന്നു ഞാൻ മെഡിസിൻ എടുത്തതെന്ന് തോന്നിപ്പോൾ. അതേപോലെ തന്നെയാണ് PG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൊല്ലം നിങ്ങൾക്ക് ആ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കത് മായ്ച്ചു കളയാം. ആ രീതിയിലുള്ള ടഫായിട്ടുള്ള, ഇപ്പോൾ ഓർത്തോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോയൊക്കെ 4 യൂണിറ്റോ 3 യൂണിറ്റോ ഒക്കെയുള്ള, അപ്പം ആഴ്ചയിൽ 2 കാഷ്വാലിറ്റി വരും, 24 hours. അതിലിപ്പോൾ ഞായറാഴ്ച നിങ്ങൾക്ക് വരികയാണെങ്കിൽ 48 hours നിങ്ങൾ എൻഗേജ്ഡ് ആണ്. 48 hours നിങ്ങൾക്ക് ഉറക്കമില്ല, ഫുഡില്ല, ഒന്നുമില്ല. നിങ്ങൾ ആരും, ഞാൻ കണ്ടിട്ടില്ല ഒരു ഓർത്തോ PG ഇതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ് പറയുന്നത്. അപ്പം ഈ കമ്മിറ്റ്മെൻറ്റ് ആണ് നമുക്കുള്ളത്. നമ്മൾ കമ്മിറ്റഡ് ആണ്. നമ്മൾ കംപ്ലയിൻറ്റ് പറയാൻ വേണ്ടി വന്നവരല്ല. മെഡിസിൻ എടുത്തു, വി ഹാവ് കമ്മിറ്റ്മെൻറ്റ്. ഫാക്കൽറ്റികളെ സംബന്ധിച്ചിടത്തോളം ഫാക്കൽറ്റികളുടെ ചില ദിവസങ്ങളിലെ വർക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് 24 മണിക്കൂറിൽ 18 മണിക്കൂർ എൻഗേജ്ഡ് ആണ്. ഇപ്പം നൈറ്റ് കാഷ്വാലിറ്റി ആണെങ്കിൽ രാവിലെ അവർ വരുന്നുണ്ട്. രാവിലെ 8 മണി മുതൽ 3 മണി വരെ വർക്ക് ചെയ്തിട്ടാണ് അവർ. പിന്നെ അപ്പോൾ എത്ര മണിക്കൂറായി ഒരു ദിവസം? നിങ്ങൾ ആരെങ്കിലും കംപ്ലയിൻറ്റ് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഈ വർക്ക് പാറ്റേൺ ഇങ്ങനെയാണ് എന്ന് സ്റ്റുഡൻസിന് അറിയോ? ഇല്ല. അപ്പം ഇത് നമ്മൾ കംപ്ലയിൻറ്റ് പറയുന്നില്ല, പക്ഷേ നമ്മൾ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. വി ആർ മേക്കിംഗ് സാക്രിഫൈസസ്.
But sacrifices doesn't mean that we suffer injustice. We tolerate injustice. So that is different. So that's what happening here. സർക്കാർ ജീവനക്കാർക്ക് എല്ലാവർക്കും ഈ കേരള സർക്കാർ ജീവനക്കാർക്ക് എല്ലാവർക്കും 5 വർഷം കൂടുമ്പോൾ പേ റിവിഷൻ, സാലറി റിവിഷൻ വരുന്നതാണ്. നമുക്ക് 10 വർഷം കൂടുമ്പോഴാണ് റിവിഷൻ. ഞങ്ങളുടെ ലാസ്റ്റ് റിവിഷൻ്റെ പ്രാബല്യ തീയതി എന്ന് പറയുന്നത് 2016 ജനുവരിയാണ്. ഇപ്പോൾ 2026 ജനുവരി. ഞങ്ങളുടെ അടുത്ത റിവിഷൻ്റെ പ്രാബല്യ തീയതി ആണിത്. ഞങ്ങൾ അടുത്ത റിവിഷനല്ല ചോദിക്കുന്നത്. 2016 റിവൈസ് ചെയ്ത സാലറിയുടെ അരിയേഴ്സാണ് ചോദിക്കുന്നത്. അതായത് അതും 1-2 വർഷത്തെ അരിയേഴ്സ് അല്ല, 5 വർഷത്തെ 4 വർഷവും 6 മാസത്തെയും അരിയറാണ് ചോദിക്കുന്നത്. അത് ഗവൺമെൻറ് ബാക്കി എല്ലാ ഗവൺമെൻറ് ജീവനക്കാർക്കും തീർത്ത് നൽകാൻ ഗവൺമെൻറ്റിന് മനസ്സുണ്ടായി. ഇവർ ഇനി കോവിഡിൻ്റെ സമയത്ത് എല്ലാ സർക്കാർ ജീവനക്കാർക്കും ക്വാറൻറ്റൈനും മറ്റു പേരുകളും പറഞ്ഞുകൊണ്ട് അവർക്ക് അവരുടെ വീട്ടിലിരിക്കാമായിരുന്നു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും സർക്കാർ ഡോക്ടർമാരും അവർ കർമ്മനിരതരായിരുന്നു. ദേ വർ വർക്കിംഗ് ഇൻ ദ ഹോസ്പിറ്റൽസ്. They were not only they were working in their departments. ഇപ്പോൾ സർജറിയിലുള്ള ആൾക്കാരും ഒഫ്താൽമോളജിയിലുള്ള ആൾക്കാരും ചിലപ്പോൾ വർക്ക് ചെയ്തിരുന്നത് മെഡിസിനിലാണ്. അവർ കംഫർട്ടിലല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സർജറിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചൊരു ജോലിയാണ്. ആ പഠിച്ചൊരു ജോലി പോലും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. വി വർ നോട്ട് ട്രെയിൻഡ് ഫോർ വർക്കിംഗ് ഇൻ കോവിഡ് ICUs. ആ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. PPE കിറ്റിട്ട് സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഒരു ആലപ്പുഴയിലെ കേസ് നിങ്ങളാണ്. PPE കിറ്റിട്ടിട്ട് ആണ് ആ കേസ് ചെയ്തിട്ടുള്ളത്. ഈ PPE കിറ്റിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ PPE കിറ്റിട്ട് കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. യു വിൽ ബി സ്വെറ്റിങ് ഇൻ ഇറ്റ്. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ കാലത്തെ അരിയേഴ്സ് നമ്മൾ ചോദിച്ചു. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് നമുക്കത് തന്നിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ സമരത്തിലേക്ക് പോകേണ്ട കാര്യം, നമ്മുടെ ശമ്പളം പരിഷ്കരിച്ചപ്പം നമ്മുടെ എൻട്രി കേട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർമാർക്ക് ശമ്പളം കൂടുന്നതിന് പകരം പേ ഡ്രോപ്പ് ഉണ്ടായി. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പല ഡിപ്പാർട്ട്മെൻറ്റിലും അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ജോയിൻ ചെയ്യാണ്ടായി. ന്യൂറോ സർജറി, തൊറാസിക് സർജറി. ഈ തൊറാസിക് സർജറിയിലൊക്കെ വർക്ക് പാറ്റേൺ എന്ന് പറയുന്നത് രാവിലെ 7 മണിക്ക് കയറി കഴിഞ്ഞാൽ ഒരു ബൈപ്പാസ് സർജറി തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 9 മണിക്കോ 10 മണിക്കോ അല്ലെങ്കിൽ 2 മണിക്കോ ഒക്കെയാണ് അവസാനിക്കുക. ചിലപ്പം പിറ്റേന്ന് പുലർച്ചെയാവും ഇത് അവസാനിക്കാൻ. എന്നിട്ട് അടുത്ത കേസ് ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത പേഷ്യൻ്റ് ഈ ചെയ്ത പേഷ്യൻറ്റിനെ ICUവിൽ എത്തിക്കാനുണ്ടാവും. അയാൾക്ക് 24 hour റൗണ്ട് ദ ക്ലോക്ക് കെയർ കൊടുക്കേണ്ടിയുണ്ടാവും. അവരാരും ഉറങ്ങാറില്ല, വീട്ടിൽ പോകാറില്ല. അങ്ങനത്തെ അവസ്ഥയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാർ വർക്ക് ചെയ്യുമ്പം അവർക്ക് സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കൊടുക്കുന്ന വില ഈ പേ റിവിഷനിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പേ റൈസ് ഉണ്ട്, അതുപോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഇങ്ങനത്തെ സ്പെഷ്യാലിറ്റികളിൽ നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ കൊഴിഞ്ഞു പോകും. നിൽക്കുന്ന 1-2 ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? പിന്നെയും ജോലി ഭാരം കൂടും, വർക്ക് ലോഡ് കൂടും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു. അത് ഗവൺമെൻറ് ഇപ്പോൾ അഡ്രസ്സ് ചെയ്തു. സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ അവർ 25,000 rupees ഹൈക്ക് ചെയ്ത് ഗവൺമെൻറ് ഓർഡർ തന്നു. ബ്രോഡ് സ്പെഷ്യാലിറ്റിയിൽ 15. അപ്പോൾ അത് അർഹമായ ഒരു സംഭവമായിരുന്നു എന്നുള്ളത് ഗവൺമെൻറ്റിന് മനസ്സിലായി. അത് മനസ്സിലാക്കി കൊടുക്കാൻ സംഘടനയ്ക്ക് സാധിച്ചു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ മെയിൻലി ഇതൊക്കെയായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾ. അതായത് പുതിയ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് പോസ്റ്റുകൾ ഉണ്ടാക്കുക, അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് അറിയാം 3-4 മാസം മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായി, ഹാരിസ് ഡോക്ടറുടെ ഇഷ്യൂ. ആ ലേസർ ഒരു കിഡ്നി സ്റ്റോണുകൾ പൊടിച്ച് കളയാൻ വേണ്ടി, അല്ലെങ്കിൽ യൂറിട്രിക് സ്റ്റോണുകൾ പൊടിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ലേസർ പ്രോബുകൾ ഇല്ല. ആനയെ വാങ്ങാൻ പൈസയുണ്ട്, പക്ഷേ തൂട്ടി വാങ്ങാൻ പൈസയില്ല. അപ്പം ആ പ്രോബുകൾ ഇല്ലാണ്ട് നമ്മളെങ്ങനെ ഈ സ്റ്റോൺ പൊടിച്ച് കളയും? പ്രോബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബറുകളാണ്. ഇത് പറയുന്നത് ഒപ്റ്റിക് ഫൈബർ വഴിയാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പ്രോബുകളുണ്ട്, മെഡിക്കൽ ഗ്രേഡ് പ്രോബ്, അതിന് വില വരും. അപ്പോൾ അത് ഒന്നെങ്കിൽ അത് ഗവൺമെൻറ് വാങ്ങി നൽകണം, അല്ലെങ്കിൽ അത് ഹോസ്പിറ്റൽ വാങ്ങി നൽകണം, അല്ലെങ്കിൽ അത് രോഗിയെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ടി വരും. ഇതല്ലാണ്ട് വേറെ എന്തോ ഓപ്ഷനാണ് മുമ്പിലുള്ളത്? പക്ഷെ എല്ലാവരും ഞാൻ ബ്ലെയിം ചെയ്ത് കണ്ടിട്ടുള്ളത് ഡോക്ടേഴ്സിനെയാണ്. ഇപ്പം ഒരു രോഗിക്ക് ബെഡില്ല, നിലത്ത് കിടക്കേണ്ടി വന്നാൽ ഡോക്ടേഴ്സിനാണ് ബ്ലെയിം ഉള്ളത്. അതേപോലെ തന്നെ ഇപ്പം സർജറീൻ്റെ ടൈമിൽ ആ കത്രിക മറന്നു വെച്ചു എന്നുള്ള ഇഷ്യൂവിന് സംഭവം ശരിക്കത്തെ റൂട്ട് കോസ് സ്റ്റാഫ് ഷോർട്ടേജ് ആണ്. പക്ഷെ ആരും അതല്ല ഫോക്കസ് ചെയ്തത്, എങ്ങനെ ആ ഒരു വ്യക്തിനെ ബലിയാടാക്കാം എന്നുള്ളതാണ്. ഇതിപ്പോൾ കൂടാതെ ഇപ്പോൾ സാറ് പറഞ്ഞത് മൊത്തം സാറിന് അർഹിക്കുന്ന അവകാശങ്ങളാണ്, ഡോക്ടേഴ്സിന് അർഹിക്കുന്ന അവകാശങ്ങളാണ് പറഞ്ഞത്. പക്ഷേ സ്റ്റിൽ ഇങ്ങനത്തെ നമ്മൾ പറയുന്ന വീഡിയോസിൻ്റെ അടിയിൽ പോലും ആൾക്കാർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് സേവനമാണ്, നിങ്ങൾ ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിക്കരുത്, സേവനമായിട്ട് മാത്രം കാണുക എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. എന്തുകൊണ്ടാണ് ആൾക്കാർ ഡോക്ടേഴ്സിനെ മനുഷ്യരായി പരിഗണിക്കാത്തത്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു ചോദ്യമാണത്. കേരളത്തിലെ ഒരു ആരോഗ്യ മേഖല എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു എക്സെപ്ഷനാണ്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ഓഫ് കെയർ ഈ ഒരു വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ ഒരു ക്വാളിറ്റി ഓഫ് കെയർ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള കെയർ പല കാര്യങ്ങളും. ഇപ്പോൾ ഉദാഹരണത്തിന് UK നമുക്കൊരു സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻ കിട്ടണമെങ്കിൽ എമർജൻസി അല്ല എങ്കിൽ 6 മാസമോ 8 മാസമോ ഒക്കെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. അത് നമുക്ക് ഇപ്പം ഡച്ച് ഏതോ ഒരു നെതർലാൻഡ്സിൽ നിന്ന് വന്നൊരു ടൂറിസ്റ്റ് അവർ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ഡെർമറ്റോളജി കൺസൾട്ടേഷൻ കിട്ടിയ കാര്യം അവർ ഫേസ്ബുക്കിൽ പറയുകയുണ്ടായി. അപ്പോൾ ഈവൻ വേൾഡ് തന്നെ ഓൾറെഡി കേരള മോഡൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരള മോഡൽ ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലോ അല്ലെങ്കിൽ UK പോലുള്ള സ്ഥലങ്ങളിൽ വലിയ പൈസ ഈ ഹെൽത്ത് കെയറിന് വേണ്ടി ചിലവാകുന്നുണ്ട്. അതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് അതിലാണ് നമുക്കിവിടെ ഏകദേശം തത്തുല്യമായ ഞാൻ ഫുള്ളും അതിനോട് ഈവൻ നമ്പേഴ്സിൽ വി ആർ ഏബിൾ ടു ഡെലിവർ ഇറ്റ്, ബട്ട് ഇൻ ക്വാളിറ്റി വി ആർ സ്റ്റിൽ നോട്ട് ഏബിൾ ടു ഡെലിവർ ഇറ്റ്. അതിന് എന്തായാലും നമുക്ക് റിസോഴ്സസ് വേണം. എവിടെയെങ്കിലും ഈ റിസോഴ്സസ് ഇല്ലാണ്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രോബിൻ്റെ കാര്യം, ഈ പ്രോബ് തന്നെ വേണം. ഇപ്പോൾ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. നമ്മൾ ഹെർണിയയിൽ യൂസ് ചെയ്യുന്ന മെഷ് ഇന്ന് പോളിപ്രൊപ്പിലിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ്. പോളിപ്രൊപ്പിലിൻ എന്ന് പറഞ്ഞാൽ ഒരു പോളിമറാണ്. പ്രൊപ്പിലിൻ എന്ന് പറയുന്ന മോണോമറിൻ്റെ പോളിമറാണ് പോളിപ്രൊപ്പിലിൻ. നമ്മൾ ഷോർട്ട് ഫോമിൽ പ്രൊലീൻ എന്നാണ് വിളിക്കുന്നത്. തമിഴ്നാട്ടിലവർ അതിന് പകരം വെച്ചിരുന്നത് കൊതുകുവലയാണ്. കൊതുകുവല വെട്ടിയിട്ട് അവിടെ വയ്ക്കും മെഷിന് പകരം. ടെക്നിക്കലി ഫാക്ച്വലി ദേ ആർ റൈറ്റ്. കാരണം ഒരു ഫോറിൻ മെറ്റീരിയൽ ആവണമെന്നേ ഉള്ളൂ. നൈലോണാണ് കൊതുകുവല എന്ന് പറയുന്നത്, നൈലോണാണ്, പോളിയാമൈഡ്, ഒരു ഫോറിൻ മെറ്റീരിയലാണ്, വർക്ക് ചെയ്യും. പക്ഷേ ഇറ്റ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ കോംപ്ലിക്കേഷൻസ്. റിക്കറൻസ് റേറ്റ് വിൽ ബി ഹൈ. പറയുമ്പോഴോ നമ്പേഴ്സ് കൂടി. ഒരു ഹെർണിയ മെഷിന് 5000 രൂപയോ ഒക്കെ ആവും. പല ടൈപ്പ് മെഷുകളുണ്ട്. ചിലപ്പം അതിൽ കൂടുതലാവും. സൈസ് അനുസരിച്ചും ബ്രാൻഡ് അനുസരിച്ചും മാറും. ഒരു കൊതുകുവലയ്ക്ക് എത്ര രൂപയോ? ആ കൊതുകുവലയിൽ നിന്ന് എത്ര മെഷ് വെട്ടി വയ്ക്കാൻ പറ്റും? മനസ്സിലായി? അപ്പം വി ക്യാൻ സ്റ്റിൽ ഡൂ ഇറ്റ് അറ്റ്. ഇപ്പം നമ്മൾ പണ്ട് ഡയബറ്റിക്സ് മാനേജ് ചെയ്തിരുന്നത് എങ്ങനെയാണെന്നറിയോ? ബെനഡിക്സ് ടെസ്റ്റ് വെച്ചിട്ടാണ്. ബെനഡിക്സ് ടെസ്റ്റ് ഒരു സെമി ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റാണ്. അതിൽ കളർ വെച്ചിട്ട് മാനേജ് ചെയ്യും. അതിനനുസരിച്ച് ഇൻസുലിൻ കൊടുക്കും. ചിലപ്പോൾ കുറേ ആൾക്കാർ ഹൈപ്പോഗ്ലൈസീമിയ പോകും, ചില ആൾക്കാർക്ക് കൺട്രോൾ ആവില്ല. അപ്പോൾ ദെയർ ആർ ഓൾവേസ്. അപ്പോൾ പത്രങ്ങളൊക്കെ അന്നത്തെ മാധ്യമങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്, എന്തിനാണ് ഈ വിലയേറിയ ടെസ്റ്റുകൾ? ഇപ്പോൾ ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് ഡയബറ്റീസാണ്. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഡയബറ്റിക് ഫുഡുകൾ എത്രത്തോളം ആളുകൾക്ക് ലൈഫും ലിംബും ഡയബറ്റീസ് കാരണം നഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം. ഡയബറ്റീസിൽ കാര്യമായ നാട്ടുകാർക്കും വേണ്ട, കാരണം ഡയബറ്റീസിന് സെൻസേഷൻ ഇല്ല. അപ്പോൾ സെൻസേഷനലൈസ് ചെയ്യുന്ന പോയിന്റുകളിലേക്ക് റിസോഴ്സസ് പോവുകയും അത്രയും സെൻസേഷൻ ഇല്ലാത്ത മേജർ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂകളിലേക്ക് റിസോഴ്സസ് വരാത്ത ഒരവസ്ഥയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഗവൺമെൻറ് നമ്മളെ വെറുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്നത് നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്തിട്ട് നമ്മളുടെ നേരനുഭവങ്ങളാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു മനോഭാവം അവർക്ക് വേണം. അതാണ് നമ്മൾ പറയുന്നത്. ദേ ഷുഡ് ഹാവ് എ അക്സെപ്റ്റൻസ്. ഇതൊരു ടീം വർക്കാണ്. ആരും ആരുടെയും ശത്രുക്കളല്ല. അവരെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ടീം ലീഡറാണ്. ഷീ ഷുഡ് ബി ലൈക്ക് ദാറ്റ്. മനസ്സിലായില്ലേ? അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ഒരു ടീമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ദാറ്റ്സ് വാട്ട് ഈ സംഘടന അതാണ് അവരോട് പറയുന്നത്. ഓക്കെ സർ, അതേപോലെ തന്നെ പേഷ്യൻസ് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് OPയിൽ വന്നാൽ തന്നെ പേഷ്യൻസിനെ നോക്കൂല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ സർ പറഞ്ഞ പോലെ നിയമിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ആ ഒരു നമ്പർ വെച്ചിട്ടാണ്. പക്ഷേ പേഷ്യൻസിൻ്റെ ആ നമ്പർ ആണെങ്കിൽ വളരെ അൺലിമിറ്റഡ് ആണ്. എന്താണ് സാറിന് പേഷ്യൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്? പേഷ്യൻസിന് നമുക്ക് OPയിൽ ആവശ്യത്തിന് അവരെ പരിശോധിക്കാൻ ആവശ്യമായ സമയം കിട്ടുന്നില്ല എന്നുള്ള കാര്യം KGMCT മാത്രമല്ല KGMOയും പല കാലങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ആക്സസ് ടു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആക്സസ് ടു സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ ഇവിടെ കൂടുതലാണ്. പെട്ടെന്ന് നമുക്ക് രോഗികളെ കാണാൻ പറ്റുന്നു, ഡോക്ടർമാരെ രോഗികൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റാണ്
ഈ പറയുന്ന പോലെ പേഷ്യൻസിൻ്റെ എണ്ണം കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പെർ പേഷ്യൻറ്റ് സമയം കുറയ്ക്കേണ്ടി വരുന്നത്. ഒന്നെങ്കിൽ സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടണം, ഈ രോഗികളുടെ ഫുട്ഫാളിനനുസരിച്ച് ഒന്നെങ്കിൽ സ്റ്റാഫുകളുടെ എണ്ണം കൂട്ടണം, ഫാക്കൽറ്റികളുടെ എണ്ണം കൂട്ടണം, ഡോക്ടർമാരുടെ എണ്ണം കൂട്ടണം, അല്ലെങ്കിൽ രോഗികളുടെ എണ്ണം റെസ്ട്രിക്റ്റ് ചെയ്യണം. അല്ലാണ്ട് വേറെ ദർ ഈസ് നോ അതർ വേ ഫോർവേഡ്. അപ്പോൾ പെർ പേഷ്യൻറ്റ് സാധാരണഗതിയിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഒരു 20 to 25 മിനിറ്റ്സ് എങ്കിലും പെർ പേഷ്യൻറ്റ് ചിലവഴിക്കാൻ പറ്റണം എന്നാണ്. നമുക്കിവിടെ 2 മിനിറ്റോ 3 മിനിറ്റോ ചില പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ഹെൽത്ത് സർവീസിലാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ 2 മിനിറ്റോ 1 മിനിറ്റോ പോലും ചിലവഴിക്കാൻ പറ്റാറില്ല. അല്ലെ അര മിനിറ്റിൽ ഇത് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. മെഡിക്കൽ കോളേജിൽ അത്ര പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി വരാറില്ല. അറ്റ്ലീസ്റ്റ് സർജറിയിലെങ്കിലും നമുക്ക് ഒരു പേഷ്യൻറ്റിന് ഒരു 5 മിനിറ്റ്സിൻ്റെ അടുത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. മെഡിസിനിലൊന്നും അതായിരിക്കില്ല സ്ഥിതി, കാരണം പേഷ്യൻ്റ് ലോഡ് കൂടും. ഇപ്പോൾ കാർഡിയോളജിയിലൊക്കെ ഭയങ്കരമായി പേഷ്യൻ്റ് ലോഡിൽ കാർഡിയോളജിയൊക്കെ നല്ല വർക്കപ്പ് വേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കപ്പ് വേണ്ട പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ ഒരു പ്രക്രിയയിലൂടെ പോകുന്നു. അല്ലാത്തവരെ നമ്മൾ ഒ പിയിൽ കണ്ട് ഡിസ്പോസ് ചെയ്യുന്നു. ശരിക്കും ഒരു 20-25 മിനിറ്റ്സ് ഒരു പെർ പേഷ്യൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒ പിയിൽ തന്നെ ഒരുപാട് വർക്കപ്പുകൾ ചെയ്ത് ആ പേഷ്യൻ്റ് അനാവശ്യമായ അഡ്മിഷൻസ് ഒഴിവാക്കാവുന്നതാണ്. അപ്പം ഡോക്ടേഴ്സും ആഗ്രഹിക്കുന്നത് പേഷ്യൻസിന് കൂടുതൽ ടൈം കൊടുക്കാനാണ്, പേഷ്യൻസിനും വേണ്ടത് അത് തന്നെയാണ്. എവിടെയാണ് ഇപ്പോൾ പ്രശ്നം വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന റിസോഴ്സസ് കുറവായതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ സൊസൈറ്റിയിൽ വേണ്ട ഒരു സംഭവമാണ് ഈ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കോവിഡ് പാൻഡമിക്കിൻ്റെ ടൈമിലാണ് ഇത് മനസ്സിലാവുന്നത്. എന്തൊക്കെ തകർന്നാലും ഹെൽത്ത് കെയർ തകർന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാവും എന്നുള്ളത്. പക്ഷേ സ്റ്റിൽ ആ ടൈമിൽ പ്രവർത്തിച്ച ആൾക്കാരെയാണ് ഇപ്പം ഇഗ്നോർ ചെയ്യുന്നത്. സാറിന് എന്താണ് ഇത് ഇത്ര നേരമായിട്ട് കിട്ടിയൊരു റെസ്പോൺസ് എന്താണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന്? ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 27 ഡേയ്സോളം റിലേ ഹങ്കർ സ്ട്രൈക്ക് നടന്നു കഴിഞ്ഞു. എങ്ങനെയാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ തന്നെയുള്ളൊരു റെസ്പോൺസ് തന്നെയാണ് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഈ പ്രശ്നങ്ങൾ നിങ്ങളിത് നിശബ്ദം സഹിച്ചുകൊള്ളുക എന്നുള്ള റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. അതായത് കാലങ്ങളായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ആരോഗ്യ മേഖലയോട് ഗവൺമെൻറ് പുലർത്തിയിട്ടുള്ള ഒരു റെസ്പോൺസ് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് കാര്യങ്ങളൊക്കെ അതെ, ഇതൊക്കെ നമ്മൾ നടത്തിയതിന് ശേഷവും, കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റിയാണ്. അവർ പൊളിറ്റിക്കലി അലൈൻഡ് അല്ല, വോട്ട് ബാങ്ക് അല്ല, ആക്ടിവിസ്റ്റുകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഗവൺമെൻറ്റിന് അറിയാം. അവർ നിശബ്ദം അതെല്ലാം സഹിച്ചുകൊള്ളും എന്നുള്ള ബോധം ഗവൺമെൻറ്റിനുണ്ട്, അല്ലെങ്കിൽ ധാരണ ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് ധാരണ തിരുത്താനാണ് KGM-CTA ശ്രമിച്ചത്. പക്ഷേ ഗവൺമെൻറ് അതൊന്നും കുഴപ്പമില്ല, എന്ത് തന്നെയായാലും ഞങ്ങൾക്കിതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഗവൺമെൻറ് ഈ സമരത്തെ നേരിട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ സർ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് തുടക്കത്തിലൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പക്ഷേ ഇതിന് ശേഷം ഒരു കത്രിക മറന്നു വെച്ചു, ആക്ച്വലി ആർട്ടറി ഫോസപ്സ് ആണ് മറന്നു വെച്ചത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഇത്രയും പേഷ്യൻസിനെ നോക്കാത്ത ഡോക്ടേഴ്സിനെ എന്തിനു സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. സാറിന് എന്താണ് ശരിക്കും ഈ ഒരു ഇഷ്യൂവിൽ പറയാനുള്ളത്?